ആറ്റുകാൽ പൊങ്കാല ദിവസം എനിക്കൊന്ന് വളരെ വിശേഷപ്പെട്ട ഒരു ദിനമാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. ആ ദിനത്തിൽ ഇമാം ഒരു നിലപാടെടുത്തിരുന്നു. ആ നിലപാട് കേരളക്കരെ ആകെ ഏറ്റെടുക്കുകയും ചെയ്തു. ഈ നല്ല സുദിനത്തിൽ ഒന്ന് പുറകോട്ട് ചിന്തിക്കുമ്പോൾ എങ്ങനെ തോന്നുന്നു? തീർച്ചയായും വളരെ സന്തോഷം തോന്നുന്നുണ്ട്. അതായത് നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം, അത് റമളാൻ ആയതുകൊണ്ട് നമുക്കതിലൊരു വീഴ്ച വരാൻ പാടില്ല. റമളാൻ എന്ന് പറയുമ്പോൾ വിശ്വാസികളൊക്കെ നോമ്പെടുക്കുന്ന കാലമാണ്. അതുകൊണ്ട് ഭക്തജനങ്ങൾ, സഹോദരിമാരെ ഇവിടേക്ക് വരുമ്പോൾ സാധാരണ എല്ലാ കൊല്ലവും ഇവിടുത്തെ മസ്ജിദുകളാണെങ്കിലും ഇവിടുത്തെ ക്രൈസ്തവ ചർച്ചുകളാണെങ്കിലും ക്ഷേത്രങ്ങളാണെങ്കിലും ഈ ഭക്തജനങ്ങളായിട്ടുള്ള സഹോദരിമാർക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന സ്ഥാപനങ്ങളൊക്കെ തുറന്നു കൊടുക്കും. അവരവിടെ നിന്ന് വിശ്രമിച്ച് അവിടെ നിന്ന് വെള്ളം ശേഖരിച്ച് അതുപോലെ തന്നെ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ആഹാരം കിട്ടിയാൽ അതും ഉപയോഗിക്കുന്ന വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് എല്ലാ കൊല്ലവും ഉണ്ടാവാറുള്ളത്. ഇപ്പം റമളാൻ ആയതുകൊണ്ട് അവർക്ക് ലഭിക്കുന്ന സൗകര്യത്തിൽ ഒരു കുറവ് വരാൻ പാടില്ല എന്നതുകൊണ്ടാണ് ഞാൻ അന്നത്തെ ഒരു ജുമാ പ്രഭാഷണത്തിൽ ഒരല്പം 1-2 വാചകങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊങ്കാലയ്ക്ക് വരുന്ന സഹോദരിമാരെ അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം, അവർക്ക് വിശ്രമിക്കാനും അവർക്ക് ഉറങ്ങാനും അതുപോലെ തന്നെ ബാത്റൂം സൗകര്യങ്ങളെല്ലാം അവർക്ക് ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞത്. പക്ഷേ നമ്മുടെ കേരളം അതിനെ ഏറെ സ്നേഹത്തോടു കൂടി, കേരളം എന്നല്ല ലോകം മുഴുവൻ എന്ന് വേണമെങ്കിൽ പറയാം, അതിനെ ഏറെ സ്നേഹത്തോടു കൂടി ഏറ്റെടുത്തു എന്നുള്ളതാണ്.